നീലരാവിൽ പറഞ്ഞപ്പോൾ നമ്മൾ വിട്ടുപോയതാണ് ഊഞ്ഞാലുറങ്ങി. അതെ അതെ. ഊഞ്ഞാലുറങ്ങി എന്തോളരാഗം മയങ്ങി നോവുന്ന തെന്നലിൻ നെഞ്ചിലെ ആദി താളമെങ്ങോ തേങ്ങീന്ന്. ശരിക്ക് അതിൽ രസം ചെറിയ ഹിന്ദോള രാഗമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ആ അത് പിന്നെ ഹംസത്തിന് പറ്റാതെ. പക്ഷേ ഹിന്ദോളം ഞാൻ എഴുതിയപ്പോൾ ജോൺസൺ പറഞ്ഞു, അത് സാരമൊന്നുമില്ല, അതേ രാഗം തന്നെ പറയണമെന്നില്ല, ഈ രാഗം ആ പേര് കുഴപ്പമില്ല. അങ്ങനെ ഒരു വൈരുദ്ധ്യമുണ്ടായിരുന്നു. അല്ല അത് പക്ഷേ അത് കുഴപ്പമില്ലല്ലോ, ഒന്നുമില്ല, നമ്മൾ ആ ഒരു രാഗത്തിൻ്റെ പേര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മൗന സരോവരമാകെ ഉണർന്നു പാട്ടു. മൗന സരോവരമാകെ ഉണർന്നു സ്നേഹമനോരഥ വേഗമുണർന്നു കനകാങ്കുലിയാൽ തമ്പുരുമേട്ടും. അത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിൽ. ചെറിയൊരു ആള് കുത്തിരിക്കുന്നുണ്ട്. ഞാൻ എഴുത്തുകാരനും വേണു പാട്ട് മ്യൂസിക് ഡയറക്ടറാണ്. അതിൽ ഞാൻ തമാശയായിട്ട് പറയുന്നുണ്ട്, താൻ അവാർഡും കൊണ്ട് പോകും, ഇത് എഴുതിയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. പറഞ്ഞ പോലെ ആ അവാർഡ് ജോൺസൺ കിട്ടി, ചിത്രയ്ക്കും കിട്ടി, എനിക്ക് മാത്രമില്ല. അത് പറഞ്ഞു. അങ്ങനെയൊക്കെ ചില യാദൃച്ഛിക ചിലതൊക്കെ അങ്ങനെ സംഭവിക്കും. അഭിനയിക്കുമ്പോൾ വേണു അത് കൊളാക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു. സോഡ വേണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ സോഡ കാണിച്ചിട്ട് തന്നെ അത് നോക്കി അറിയാം. ഞാൻ ജീവിതത്തിൽ മദ്യപിക്കാത്ത ഒരാളാണ്. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന വേണുവിന്. വേണു ഞാൻ ഒരേ പായൽ കിടന്നു തുടങ്ങിയ ആൾക്കാരാണ് വർഷങ്ങൾ. അപ്പോൾ ഇത് കൊളാക്കാൻ വേണ്ടി സോഡ വേണമെന്ന് കാണിച്ചു. അവന് വേണ്ട, സോഡ ഇല്ലാതെയാ കുടിക്കുക. അത് അയാളുടെ പണിയാണ്, എൻ്റെ പണിയല്ല. അതിൽ തന്നെ ബ്രഹ്മകമലം ശ്രീലതമാക്കിയ സത്യപ്പെട്ട ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയി വീണാധരി ശാതോദരി പാഹിമാം പാഹിമാം പരിപാഹിമാം. ദേവി മഹാത്മ്യലഹരിയിൽ എൻ മനം സ്വർഗസാഗരമാകേണം. അതാണ് സർഗസാഗരമാകണം അമ്മയുടെ കാരുണ്യം കൊണ്ട്. നൈവേദ്യ മന്ത്രാങ്കുരങ്ങളിൽ അമ്മേ കാരുണ്യ വാരിധി ഉണരണം. നിത്യഭുവൻ കൽപ്പനയിൽ കരുണാമലയമാരുതൊഴിക്കണം. പാട്ടിൻ്റെ ഭയങ്കര രസമായിട്ടുള്ള പാട്ടാണ്. സത്യത്തിലൊരു ഭക്തി ഗാനം വേണം അങ്ങനെ ആണെങ്കിലും അതിനകത്തൊരു ഇതുണ്ടല്ലോ, ഒരു മനുഷ്യൻ്റെ ഒരു കവിയുടെ ഉള്ളിലെത്ത സംഭവം അത്. നിൻ്റെ കാരുണ്യമാണ് ഞാൻ, എൻ്റെ കൽപ്പനയിൽ അമ്മേ നിൻ്റെ കരുണയാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു കവിയുടെ ഒരു ഇതുണ്ട്, നൊമ്പരം. പ്രാർത്ഥന എന്ന് പറഞ്ഞ പ്രകർഷണ അർത്ഥിക്കലല്ലേ, ആ അർത്ഥന തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിനകത്ത് വേറെ സ്വാർത്ഥമൊന്നുമില്ല. ഞാൻ ചോദിക്കന്നെ, എനിക്ക് ചോദിച്ചാലേ കിട്ടുള്ളൂ. ഞാൻ മുട്ടി നോക്കുകയാണ്, മുട്ടുവിൻ തുറക്കപ്പെടുന്നതാണ്. പ്രാർത്ഥന എപ്പോഴും അങ്ങനെയാണല്ലോ, മുട്ടുവിൻ തുറക്കപ്പെടുന്നത്. ചില സമയത്തിൽ അന്തിക്കടപ്പുറത്തൊരു കുടയുമെടുത്ത് പിന്നെ കുടയെടുത്ത് അതിൽ പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്ക് കടപ്പുറവുമായി ബന്ധപ്പെട്ട് ആണ് അതിനകത്തൊരു വാക്കെന്ന് പറയുന്നത്. അത് കടപ്പുറം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അന്തിക്കടപ്പുറത്തോളക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ്? ഞാനല്ല ഞാനല്ല തിരകളല്ല തിര എന്നല്ല പ്രയോഗിച്ചിരിക്കുന്നത്, തിരകൾ തന്നെ. തിരകളല്ല ചെമാനം വാഴണ തുറയരെ. അതെ, തുറയരെ എല്ലാം അങ്ങനെ. അത് അവിടെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ അന്തിക്കടപ്പുറത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കിയത്. ഓ, കടപ്പുറത്തെ പാട്ടാക്കുകയും ചെയ്തു പുള്ളി. അത് കടപ്പുറത്ത് തന്നെയാണല്ലോ നടക്കുന്നത്. അതെ, കടപ്പുറത്താണ് ചെയ്തത്. നന്നായിട്ട് ചിത്രീകരിച്ചു. നല്ല മനോജ് കെ ജയനും അസാധ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ളതാണ്. അവര് തന്നെയാണ് ആ പാട്ട് പാടിയിരിക്കണമെന്ന് നമുക്ക് തോന്നുന്നു. അതെ, അസാധ്യമാണ്. രണ്ടുപേരും നല്ല ആക്ടേഴ്സ് ആണ്. ഭരതന്റെ സൃഷ്ടിയല്ലേ. ജോൺസൺ മാഷിന്റെ തന്നെ സത്യനന്ദിക്കാട് സിനിമയിൽ പിൻഗാമിയിൽ തെമ്മാടിക്കാറ്റേ വന്നാട്ടെ എന്ന്. അപ്പം നമ്മൾ സാധാരണ തെമ്മാടി മോശമായിട്ടുള്ള പ്രയോഗമാണ്, പക്ഷെ നമ്മൾ പാടി നടന്നു. അതെ, അങ്ങനെ തന്നെ പ്രയോഗിക്കാനുള്ളൊരു ധൈര്യം അല്ല, അങ്ങനെ അയാളുടെ ഒരു ഇതല്ലേ, അയാളുടെ ഒരു നാടോടി തെമ്മാടിക്കാറ്റാണ് ശരിക്കും. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുമ്പോൾ സത്യൻ സാറെ എങ്ങനെയാണത് സ്വീകരിച്ചത്? അല്ല, പുള്ളിയൊക്കെ അന്ന്
ഇഷ്ടമായിട്ട് തോന്നി, ഒന്നും പറഞ്ഞിട്ടില്ല. പിൻഗാമി ഭയങ്കര രസമുള്ളൊരു വേറിട്ട കഥയാണ്. പിന്നെ അന്ന് ആൾക്കാർക്ക് അത്ര ഇതായില്ല, ഇപ്പൊ അത് സൂപ്പറായി. ഇപ്പൊ ആൾക്കാർ ഇത് കണ്ടോണ്ടിരിക്കുന്നു. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഭരതൻ സാറിന്റെ താഴ്വാരം ഒക്കെ പോലെ അതുപോലെ നല്ല ആ ഇതൊക്കെ ഇയാളുടെ ഒരു ഇത് ആ കുളത്തിൽ മുക്കുന്നതൊക്കെ ഭയങ്കര സംഭവമാണ്. ഒരു വേറിട്ട രീതിയിലാണ് അത് ചിത്രീകരിച്ചിരുന്നത്. അതെ, അത് സത്യന്റെ പടത്തിൽ അങ്ങനെ ആരും മോഹിച്ചിട്ടില്ല. അതുകൊണ്ട് സത്യൻ്റെ ഒരു സ്ഥിരം പാറ്റേൺ ഇങ്ങനെ അത് മതി എന്നുള്ള മട്ടാണ്. അത് മാറിയപ്പോൾ ആൾക്കാർ കണ്ടില്ല. പക്ഷെ ഇന്ന് അത് വ്യത്യസ്തമായ സിനിമയായിട്ട്, വ്യത്യസ്തമായ സിനിമയാണ്. അതിൽ ഇയാള് ഇന്നസെന്റ് ഒക്കെ ഭയങ്കര രസമാണ്. എനിക്ക് താഴ്വാരം, പിൻഗാമി, സർവകലാശാല ഇതൊക്കെ ഭയങ്കര രസമുള്ള വ്യത്യസ്തമായ പടങ്ങളാണ്. പിന്നെ ചിലപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ രാജഹംസമേ പറഞ്ഞിട്ടില്ല, നമ്മൾ പരാമർശിച്ച് പോയതേ ഉള്ളൂ. പറഞ്ഞില്ലേ, രാജഹംസം എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ, സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ, എവിടെ എൻ്റെ സ്നേഹഗായകൻ. നമ്മളെല്ലാവർക്കും മനസ്സിലുള്ളതാണ്, എവിടെയാണ് എൻ്റെ സ്നേഹഗായകൻ. അത് കൃഷ്ണനാവാം, ക്രിസ്തു ആവാം. അതിൽ ശരി ക്രിസ്തുവാണ് എൻ്റെ, അതുകൊണ്ടാണ് സ്നേഹഗായകൻ എന്ന് പറയുന്നത്. അതിൽ കാരണം പശ്ചാത്തലം, അതെ, പശ്ചാത്തലം അതാണ്, ക്രിസ്തീയ പശ്ചാത്തലം. അതിന് വലിയ നിരൂപണമുള്ള KP അപ്പം മാഷ്. അപ്പം മാഷ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പം മാഷ് എന്നോട് എപ്പോഴും പറയും പാട്ടാണ്. അതൊരു അംഗീകാരമല്ല. അതെ, അപ്പം മാഷ് എഴുതിയിട്ടുണ്ട് എൻ്റെ പാട്ടുകളെ പറ്റി, എൻ്റെ ഗാനങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പം മാഷ് എഴുതിയത് കൈതപ്രത്തിൻ്റെ കയ്യിൽ ഒരു ത്രികാലജതി മീട്ടുന്ന ഒരു തമ്പുരുണ്ട്, ത്രിസന്ധികളുടെ തമ്പുരുണ്ട് എഴുതിയിട്ടുണ്ട്. കഥാകൃത്ത് നമ്മളെ പത്മനാഭ പപ്പാട്ടൻ എഴുതിയിട്ടുണ്ട്. അയാൾ കളിവീടും മൂളിക്കൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ വലിയ അങ്ങനെ എഴുതല്ലോ പുള്ളി, ഒരാളെ അതിനകത്ത് ഉൾക്കൊള്ളിക്കില്ല. എന്നോട് അത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞ കണ്ടു. അതുപോലെ വാസുവേട്ടൻ എനിക്ക് എൻ്റെ കവിതയ്ക്ക് അവതാരിക ചെയ്യുന്നു. അതിൽ കൈതപ്രത്തിൻ്റെ കവിതകൾ ഞാൻ വായിച്ചതല്ല, ആദ്യം അത് കേട്ടതാണ്. അത് നമ്മളിങ്ങനെ തൊടും. അതിലത്തെ തീച്ചാവണ്ടിയും പിന്നെ ഗ്രാമങ്ങളും ചൂട്ടും പിന്നെ പന്തമൊക്കെ നമ്മുടെ ദേഹത്ത് തൊടുന്ന പോലെ തോന്നുന്നു. അത്ര നന്നായിട്ട് എഴുതിയിട്ടുണ്ട് വാസുവേട്ടൻ. ദിലീപിൻ്റെ സിനിമകളുടെ ഒരു ഘട്ടമുണ്ട്, അത് പൊന്നിൽ കുളിച്ച് നിന്നു ചന്ദ്രികാ വസന്തം. അതുപോലെ ഇഷ്ടത്തിലെ പാട്ട് ഞാൻ എൻ്റെ ആണല്ലോ. ഇഷ്ടത്തിൽ 2-3 ഉണ്ട്. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി എന്നോമന കിന്നാരം, കണ്ടു കണ്ടു കണ്ടില്ല. അത് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, മറ്റേ നമ്മുടെ ഉദയമാൻ ചേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്രാവശ്യത്തെ അവാർഡിന് എൻ്റെ പേരാ പരിഗണിക്കേണ്ടിയിരുന്നത്. ആ പാട്ടാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ലളിതഗാനം. മറ്റേതൊക്കെ ഗാനഗംഭീരമായിട്ട് പട്ടണത്തിനത്, ഇതാണ് ലളിതഗാനം, അതാണ് സിനിമ പാട്ട്. അല്ലാതെ എടുത്താൽ പോങ്ങാത്ത പാട്ടൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ പാട്ടാണ് ഇപ്രാവശ്യം അവാർഡ് വേണ്ടത്. ജോൺസൺ മാഷിൻ്റെ പറയുമ്പോൾ തൂവൽ കൊട്ടാരം നല്ല പാട്ടാണ്. അയ്യോ, തൂവൽ കൊട്ടാരത്തിലെ അക്കൊല്ലം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല ലളിത പാട്ടിന്. ആദ്യമായി കണ്ട പാതി വിരിഞ്ഞു പൂമുഖം. അതിൽ വിശ്വാസം സാറ് പാടുമ്പോ പൂമുഖം ഭയങ്കര രസമല്ലേ. കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം നീ പ്രിയ സഖി, ഭയങ്കര രസമല്ലേ. അയ്യോ, ഉറങ്ങും കനവിനെ എന്തിനു വെറുതെ മെല്ലെ ഉണർത്തി. അതുപോലെ അതിൽ പറയുന്നുണ്ട് പാതി വിരിഞ്ഞാൽ കൊഴിയുവതല്ലൻ. അത് രണ്ടാമത് പാടുന്ന രസം. പാതി വിരിഞ്ഞാൽ കൊഴിയുവതല്ലൻ പ്രണയമെന്നല്ലോ പറഞ്ഞു നീ. രസമല്ലേ, അങ്ങനെ പാതി വിരിഞ്ഞാൽ കൊഴിഞ്ഞു പോകുന്നതല്ല എൻ്റെ പ്രണയം. ഒരു ഉമ്മ കൊണ്ട് മാത്രം ഉണ്ടെന്നാലും പാതി വിരിഞ്ഞാലും വീഴില്ല, അസാധ്യ പാട്ട്. അത് ഈ ഡ്യൂറ്റ് വരുമ്പോൾ രണ്ടാളും അവരുടെ ഭാഗത്തു നിന്ന് പറയുന്ന പോലെ തോന്നണം, അതിന് മറുപടി കൃത്യമായിരിക്കണം എന്നാണ് എൻ്റെ ചിന്ത. നീ അങ്ങനെ പറഞ്ഞപ്പോൾ പാതി വിരിഞ്ഞാൽ കൊഴിയതല്ല. ഈശ്വരം കേട്ട ഈശ്വരം കേട്ട നാൾ താനേ പാടിയൻ. ഗുരു എന്റെ കിനാവിൻ താഴമ്പൂവില് ഉറങ്ങി നീ ശലഭമായി. രജനീഷ് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ശരിയത്.
ആ. ഓ അത് നല്ല ഭവന അതെ അതെ അതെ. താഴമ്പൂവിൽ ഉറങ്ങുന്ന ശലഭം അതാണ് നീ ഉം. എന്ന് പറഞ്ഞാല് പ്രണയത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു സംഭവം. അതുപോലെ കിനാവിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ സങ്കല്പിക്കുകയും ചെയ്യാം. ലോജിക്ക് വേണം കിനാവിന്റെ താഴമ്പൂവിലാണ് ഉറങ്ങുന്നത്. അതെ. ആ ശലഭം എപ്പോഴും പൂവിൽ ഉറങ്ങുമല്ലോ. ഉം. എന്നിട്ട് അവസാനമാണ് എന്തെങ്കിലും കാറ്റ് വരുമ്പോഴാണ് ഇവൻ അനങ്ങുന്നത്. അതെ അതെ അതെ. അത്രയും ഒരു അത്രയും നേരം ആസ്വദിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. സുഗന്ധവും സമീപവും തേനും എല്ലാം അതിന് ഇഷ്ടപ്പെട്ടതാണ്. രസമുള്ള പാട്ട് അത് പാടിക്കുന്നതും ഒക്കെ അതെ തീർച്ചയായിട്ടും ആവർത്തിച്ച് എനിക്ക് തോന്നുന്നു അതൊന്നും ഇനി മരിക്കില്ല. എവർഗ്രീൻ ആണ്. പിന്നെ മലയാളം ഉള്ളിടത്തോളം കാലം പിന്നെ ആ പാട്ടും എക്സിസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും നാട്ടുമാവിൻ കൊമ്പിലെ കൊമ്പിലെ ആരുമറിയാ ചില്ലയിൽ ഇല്ലേ കൂടുമെനയും കിളിയുടെ കനവുകളിൽ സ്നേഹോദയം. സ്നേഹോദയം കൂടായി കഴിഞ്ഞാൽ പിന്നെ സ്നേഹിക്കാമല്ലോ. ആ അതിന് കൂട് കൂട്ടല്ലോ. പക്ഷെ ആരുമറിയാ ചില്ലയിലാണ് അതെ കൂടുമെനയുള്ളത്. അതെ അങ്ങനെയാണല്ലോ അതിന്റെ. നമ്മൾ കാണൂലല്ലോ കുയിലിന്റെ കൂട് നമ്മൾ ഒരിക്കലും കണ്ടില്ല. കുയിലിന് കൂടില്ല എന്നാ പറയാ. പക്ഷെ കൂടുണ്ട് ഉണ്ടാവുമല്ലോ. എവിടെയെങ്കിലും ആരും അറിയാച്ചില്ലേലായി. അങ്ങനെയാണ് കുയിലിന്റെ കൂട്. കുയിലാകുമ്പോ അങ്ങനെയാണല്ലോ. ആ അതാണ് ആരും അറിയാതെ ആരും ചെയ്യണം. അറിയാത്ത. അതെ പ്രണയം അങ്ങനെയാണല്ലോ. അതെ അതെ ആരും അറിയാതെ വിചാരിക്കും പക്ഷെ ലോകത്തിന് മുഴുവൻ അറിയാം. മറക്കുമോ നീ എന്റെ മൗനഗാനം, ഓ ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം, അതില് തെളിയാത്ത പേന കൊണ്ട് എൻ്റെ കൈവെള്ളയിൽ എഴുതിയ ചിത്രങ്ങൾ മറന്നുപോയോ, വടക്കിനിക്കോലായിൽ വിഷുവിളക്കറിയാതെ ഞാൻ തന്ന കൈനീട്ടം ഓർമ്മയുണ്ടോ. വടക്കിനിക്കോലായിൽ വിഷുവിന് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതറിയാതെയായിരുന്നു അവരുടെ പ്രണയം. അതാണ് ആ വിളക്ക് പോലും അറിയാതെ ഞാൻ തന്ന കൈനീട്ടം. അതെ അതെ അതായിരിക്കല്ലോ ഇരുട്ടിലായിരിക്കും. പിന്നെ ഇരുട്ടത്ത് എന്ത് കൈനീട്ടം കൊടുത്തു എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. നമ്മുടെ ഭാവന. അവരവരുടേതായ അനുഭവങ്ങൾ ഉണ്ടാവും. ഇഷ്ടംപോലെ പറയാം. അമ്മമാരാണെങ്കിൽ പൊൻപണാന്നൊക്കെ പറയും. കാമുകനാണെങ്കിൽ ഉറപ്പാ ഒരു ചുമ്മനാണെന്ന് പറയും. കിട്ടിയ തരത്തിന് അത്രയും. സാറ് സംഗീത സംവിധാനം ചെയ്ത കുറേ സിനിമകളാണ്. അതില് എനിക്ക് രസമുള്ളൊരു പാട്ടെന്ന് പറയുന്നത് ചിറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോളം പോന്നൊരു തമ്പുരാട്ടി. ആ ഉദയപുരം സുൽത്താൻ. നിന്റെ കുപ്പിവള കിലുക്കം. അപ്പൊ ഒരു കിലുക്കമുണ്ട്. കൊഞ്ചുന്ന താളത്തിൽ ശൃംഗാരമോതുവാൻ എനിക്ക് മോഹം. അപ്പൊ അവിടെ നിന്ന് മോഹങ്ങൾ 100 മോഹങ്ങൾ എന്ന് പറയുന്ന സാധനമില്ലേ, അതിന്റെ ആ ഒരു ടെമ്പോ ഇല്ലേ സാറേ, ചിറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോളം പോന്നൊരു തമ്പുരാട്ടി. ആ സാധനം അതൊരു പഴയ ശൈലി. ആ അത് മ്യൂസിക് ചെയ്യുമ്പോൾ സാറിന്റെ മനസ്സിലൊരു എന്തായിരുന്നു, ചെയ്തു കഴിയുമ്പോൾ ഒരു ഹർഷം എന്തായിരുന്നു? ഒരു അതുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു താളം തന്നെ ഞാൻ മനസ്സിലാലോചിച്ചത്. ഒരു നാടോടി ഉണ്ട്, ചിറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്ത് എന്ന് പറയുന്നത് നമ്മളെ ഇവിടെയാണ്. അറിയില്ലേ ഇത്? ആ മന്ദാരക്കടവുണ്ട് ശരിക്കും. ആറാട്ടുപുഴ. ഓ ശരിക്കും മന്ദാരക്കടവുണ്ട്. ഓ അതാണ് ചിറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോളം പോകുന്നൊരു രണ്ടർത്ഥമുണ്ടല്ലോ. ആ ഓളം പിന്നെ പൊന്നു പോലെ പൊന്നോളം പോകുന്നൊരു തമ്പുരാട്ടി. ഈ ഓളം പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നീലരാവിൽ ഇന്ന് നിന്റെ താരഹാരം ഇളകി. അപ്പം ആ രാവില് ശരിക്കും ഓളങ്ങൾ ഇങ്ങനെ പോയതാണോ സാറ്? താരഹാരം എന്നുള്ള അങ്ങനെ ആയിരിക്കാം. മറ്റേ പിന്നെ താരം നക്ഷത്രങ്ങളുണ്ട്. ഓളം ഇങ്ങനെ 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 വെട്ടി വെട്ടി പോകുമ്പോൾ ഹാരം പോലെ ആ ഓളത്തിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾ പിടിപ്പിക്കും. ഇതിന് രാത്രിയെ പറ്റി പറയുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കുമാരനാശാൻ. താരഹാരം ഇരുളാം കചം വിധുസ്തേഹവത് വക്ത്രം ഇവ പൂണ്ട രാത്രി. താരഹാരം ഇരുളാം കച്ചം ഇരുളായ മുടി, വിധുസ്മേര വക്ത്രം ചന്ദ്രന്റെ മുഖം, ഇവ പൂണ്ട രാത്രി. അങ്ങനെയുണ്ട്. താരഹാരം തന്നെ പറയാം. അപ്പൊ രണ്ട് രീതിയിലും പറയാം. ഞാൻ ശരിക്കും ഈ ഓളത്തിലാണ് കണ്ടത്. അപ്പം എന്തായിരിക്കും അങ്ങനെ ഇളകിയത് എന്നൊക്കെ ആലോചിച്ചു. അപ്പൊ അങ്ങനെ നക്ഷത്രത്തിന് ചെറിയൊരു കുഞ്ഞുറക്കത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആകാശദീപം ഉണരുമിടമായ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായ. ഞാൻ സങ്കല്പിച്ചതുപോലെയല്ല സാറ് പറഞ്ഞത്. കുഞ്ഞുറക്കം, ചെറിയ ഉറക്കം. അതാണ് കുട്ടികൾ ഇടയ്ക്ക് ഞെട്ടും വീണ്ടും ഉണരും പോലെ. ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നത് ദൂരെയാണല്ലോ നക്ഷത്രങ്ങളെ കാണുന്നത്. വലുതാണെങ്കിലും നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതാണല്ലോ. അപ്പൊ കുഞ്ഞായിട്ട് ആണ് നമ്മളത് കരുതുന്നത്. സത്യത്തിൽ കുഞ്ഞുറക്കമാണ്. ക്ഷണക്കത്തിലെ എല്ലാ പാട്ടുകളും മംഗളങ്ങളരുളും സത്യമായിട്ട്. കുട്ടികൾ ചോദിക്കുന്ന ഒരു പ്രേമിക്കുന്ന രണ്ട് കുട്ടികൾ ചോദിക്കുന്ന അതെല്ലാം ഉണ്ട്. കിളി പാടുന്നത് അപരാധമായോ, അമ്മയോടും അച്ഛനോടും വരെ ചോദിക്കാൻ വേണം ഇത് അല്ലേ. ഈ രാത്രിയിൽ പ്രണയം
തുളുമ്പുന്ന രാത്രിയിൽ കിളി പാടുന്നത് അപരാധമാണോ? ശരിക്കത് ഭയങ്കര സംഭവം. ആ ട്യൂൺ എഴുതിയാൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല ആൾക്കാർക്ക്. ട്യൂൺ എഴുതിയ അത്ര വന്നപ്പോൾ സിമ്പിളായിട്ട് വന്നു. അയാളൊരു ഭയങ്കര ജീനിയസാണ് അണ്ണാച്ചി. അതെ, അണ്ണാച്ചിയാണ് സാഗരം സാക്ഷിയിൽ 2-3 പാട്ടുണ്ട്. ഞാൻ ഇന്നും ആലോചിച്ചു സാഗരം സാക്ഷി ഒരു പാട്ട്. നീലാകാശം തിലകക്കുറി ചാർത്തിയ നാടൻ പെണ്ണ്, തിലകക്കുറി ചാർത്തിയ നാടൻ പെണ്ണ് ഒരിക്കലുണ്ട്. രണ്ടാമത് ചാർത്തി ഒരുങ്ങിയ പെണ്ണ്. അതെ, നല്ല രസം. ഭയങ്കര രസമല്ലേ? അതന്നെ ആകാശം തിലകക്കുറി ചാർത്തി ഒരുങ്ങിയ പെണ്ണ് മേലെ കാവേ സന്ധ്യ. അതെ, താന താന ഇതില് ഇങ്ങനെ കട്ട് ചെയ്യുന്നൊക്കെ. അതെ അതെ. ഓ അത് ഭയങ്കര രസമല്ലേ? സാറ് നന്നായിട്ട് ചെയ്യും. പിന്നെ സാഗരം സാക്ഷിയിലെ വേറൊരു രസമുള്ള പാട്ടാണ് കരയാതെ കണ്ണുറങ്ങ് അതിര കുഞ്ഞുറങ്ങ്. അതും ഒരു താരാട്ട് ഗണത്തിൽ. പിന്നെ സൂപ്പർ താരാട്ടം. പിന്നെ ശ്യാമസന്ധ്യ സൂര്യനെവിടെ, ശ്യാമസന്ധ്യ സൂര്യനെവിടെ. രസമുള്ള വിജയ് തമ്പിയുടെ ഒരു പടം കീരവാണി ഞാൻ ചെയ്തിട്ടൊരു പാട്ട് സൂര്യമാനസം. സൂര്യമാനസം. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം. വഴിയറിയാതെ വഴിയറിയാതെ ഇതുമ്പിയോ മേഘനമ്പരം. അതിങ്ങനെ യാത്രയാണ് ഇങ്ങനെ. ദൂരയായൻ തീരമില്ലയോ. ആ ട്യൂണിന് കൃത്യതയാണ്. ദൂരെ ദൂരയായൻ തീരമില്ലയോ. എസ് എ രാജ്കുമാർ സാറുമായിട്ട് പാട്ട് ചെയ്തിട്ടുണ്ട് ഒരു പടം. അത് ഉഗ്രപാട്ടുണ്ടായിരുന്നു. അതില് വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണി ജീവിതവേഷം. ആ പാട്ട് എഴുതിയിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മളെ ഇനിയിപ്പം ഞാനെന്താ എഴുതേണ്ടിരുന്നത്, ആ സ്ക്രിപ്റ്റ് മുഴുവനായിരുന്നു. വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ ഞാൻ അറിയാതെ ആടുകയാണ് ഈ ജീവിതവേഷം, നാം അറിയാതെ ആടുകയാണ് ഈ ജീവിതവേഷം. ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, ആടിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാ ശരിക്കും. പിന്നെ നമ്മളെയൊക്കെ ജീവിതവേഷമായിരുന്നു. ഹരിഹരൻ മാഷിൻ്റെ MT പടമുണ്ട്. അതിൽ ഞാൻ ചെയ്തൊരു പാർവണപ്പാൽ മഴ പെയ്തൊഴു പാലപ്പൂ മണപ്പുഴയൊഴുകും. ഗന്ധർവനെ പോലെയാണ്. ഒരു യക്ഷിയുടെ ഇതല്ലേ, പാലയിൽ 100 നില മാളിക പണിഞ്ഞു തരാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നത്. അതെ, എന്ന് സ്വന്തം ജാനകിക്കുട്ടിയല്ലേ? അതെ. വേറൊരു പാട്ടും കൂടെ ആയിട്ടുണ്ട്. ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു. അതും ഭയങ്കര സംഭവം. അതിന് വിഷയമാണ്. ഇല്ല, ആ ജാനകിക്കുട്ടിയുടെ മനസ്സുണ്ട്. മനസ്സാണ്. ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു. ഈ കളിയാട്ടത്തില് 2 തരം പാട്ടുകളുണ്ടായിരുന്നു. ഫെസ്റ്റിവൽ സോങ്സും ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി വന്നോളേ ചെമ്മാനപ്പൂമുറ്റം നിറയെ മണിമഞ്ചാടി വാരിയെറിഞ്ഞോളെ കുങ്കുമമിട്ട കവിൾത്തടമോടെ. അങ്ങനെ കാൽത്തള കൊഞ്ചിയ നാളം പോലെ നിലാവിലൊരുങ്ങിയ കണ്ണേ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്. രസമുള്ള പാട്ടാണ്. അത് നിർത്തിയിട്ട് തിരുവാതിരയിൽ ശ്രീ പാർവതിയായി എന്ന് പാടുന്നില്ല. ആ സാധനമൊക്കെ ഭയങ്കര രസമാണ്. അതെങ്ങനെയാണ് ചേഞ്ച് ഓവർ സാറിന്റെ മനസ്സിൽ വന്നത് മ്യൂസിക് ചെയ്യുമ്പോൾ? ശരിക്കും മറ്റേത് പഴയ കീർത്തനത്തിന്റെ ഒരു ഛായല്ല തുടങ്ങിയത്. ഒറിജിനൽ കീർത്തനം വെക്കാന്നാണ് ഞാൻ പറഞ്ഞത്. അത് വേണ്ട, നമുക്ക് മാറ്റി ചെയ്യാറ്. അതിൽ ഇരിക്കം കൊടുത്തു. പഴയതാണ്, ഓൾഡ്, നമുക്ക് അധികാരമുള്ളതാണ്, അവകാശമൊന്നും എല്ലാവർക്കും പഴയതാണ്. അങ്ങനെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്. അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ തനതാന്ന് ഇങ്ങനെ മാറ്റി. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തു. മറ്റേത് ഫാസ്റ്റായിട്ട് പോകുമ്പോൾ കട്ട് ചെയ്തിട്ട് തിരുവാതിരയിൽ പെണ്ണേ നീരാത്രിയിൽ എന്തിനു വന്നു ക്ഷേമംഗലയായി. നല്ല ലിറിക്കുമാണ്. നല്ല അതിൽ ചെറിയൊരു വിമർശനം കൂടെ വന്നിരുന്നു. അണിമൈ നിറയെ അലങ്കാരവുമായി. അണിമയെന്ന് പറഞ്ഞാൽ അണിഞ്ഞൊരുങ്ങിയ മെയ്യാണെന്നും
അതിൽ പിന്നെ അലങ്കാരം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു അല്ല, അണിയുന്നത് ഭംഗി നോക്കാം. ഉം. അണിയുമേ എന്നുള്ളതിന് അറിയാനത്ത് ഉം. അണി എന്നുള്ളതിന് ഭംഗി എന്ന് അർത്ഥമുണ്ട്. അണിഞ്ഞത് മാത്രമല്ല, ആ അണിമൈ എന്ന് പറയും. ഉം. ഭംഗിയുള്ള മെയ് അതിൽ അലങ്കാരം. അലങ്കാരം ഇത്രേ ഉള്ളൂ. അപ്പൊ ശരിയാണ്. അണിമൈ എന്നുള്ളതിന് ഭംഗി എന്ന് അർത്ഥമുണ്ട്. എന്നോടെന്തിനീ പിണക്കം, അതെ, അത് അന്ന് ആഘോഷിച്ച പാട്ടാണ്. ആസാദ്യ പാട്ട്. അത് അത്രയും സ്ലോ പാട്ട്. അതെ, വിചാരിച്ചില്ല അങ്ങനെ ഒരു പാട്ട് ഇത്രയും അക്സെപ്റ്റൻസ് ഉണ്ടാവും. അതെ, ഉണ്ടാവുന്നത് ശരി. അത് ഒന്ന് ഭാവനയുടെ ഒരു ചേഞ്ച് ആയിട്ടുള്ള വോയിസാണ്, ആ ചിത്രയുടെ ചേഞ്ച് ആയിട്ടുള്ള വോയിസാണ്. അതെ. അതാണ് എടുക്കാനും കാരണം, ജയൻ എടുക്കാനും കാരണം ആ അതാണ്. പാടി കേട്ടപ്പോൾ ഞാൻ പറഞ്ഞത് നന്നായി പാടുകയുള്ളൂ. ഉം. എൻ്റെ വൈഫിൻ്റെ അനിയത്തിയായിട്ട് വരും. ഉം. ഉം. അത്ര കുട്ടിക്കാലത്തെ അത്രയായി പാടുന്നതാണ്. അവളെ അച്ഛനാണ് എന്നോട് ആദ്യം ദാമോദരനൊരു മ്യൂസിക് ഡയറക്ടറാവും എന്ന് പറഞ്ഞ ആൾ അവളുടെ അച്ഛനാണ്. ഉം. പുള്ളി മ്യൂസിക്കിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ കിട്ടിയപ്പോൾ ഒരെണ്ണം അവൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. നല്ല അത് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഒക്കെ ഈ പറഞ്ഞ പോലെ പടവും ഹിറ്റായി, പാട്ട് സൂപ്പർ ഹിറ്റായി, അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പോഴേക്കും അത് ടോപ്പായി, ഉം. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടായി മാറി. അതാണ് അതിൽ ഈ ജയരാന് ഞാൻ പാടി കേട്ട അത് ഇഷ്ടമായാലും അത് മാത്രം അനങ്ങാൻ സമ്മതിക്കില്ല. ആ. അതിൽ ദാസേട്ടൻ പാടുമ്പോൾ ചെറിയ മാറ്റം വരുത്തി. ഉം. എന്നോട് പറഞ്ഞു, മോനെ അത് അനുപല്ലവിൽ രാഗം ഇങ്ങനെ മാറുന്നതിന് കണ്ണെഴുതിയൊരുങ്ങി എന്നും വൽക്കണ്ണാടി നോക്കി ഉം. പൊൻകിനാവിന്നൂഞ്ഞാലിൽ, അതാണ് ഭാവന പാടിയത്. ഉം. പൊൻകിനാവിന്നൂഞ്ഞാലിൽ എന്തേ നീ മാത്രമാടാൻ വന്നില്ല. അതിൽ ദാസേട്ടൻ മാറ്റി പാടിയില്ലേ, ഉം. അത് രാഗം മാറുന്നുണ്ട്. ഉം. മറ്റേത് ഷഹാനേന്ന് പൊൻകിനാവിന്നൂഞ്ഞാലിൽ എന്ന് പറയുമ്പം അതിൽ ഇത് ദേവഗാന്ധാരി വരും ഉം. രാഗം. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, അങ്ങനെ എന്തിനാ മാറുന്നു മോനെ, ഇതന്നെ പാടിയാൽ പോരും. ഇയാൾ വിട്ടില്ല, ഇയാൾ ഉപയോഗിച്ചില്ല പാട്ട്. ദാസേട്ടൻ പാടിയത് പോലും ആ പാട്ട് ഉപയോഗിച്ചില്ല. ഇവിടെ മാത്രം പാട്ട് ഉപയോഗിച്ചില്ല. അവിടെ ഞാൻ പറഞ്ഞ പോലെ പാടിയില്ല. പുള്ളിക്ക് അതെല്ലാം ഇതാണ്, അനങ്ങിയാൽ മാറും, വിടില്ല. പക്ഷെ നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലേ. പാടിയിട്ടായി ദാസേട്ടൻ പാടിയോണ്ട് അത് ക്ലിക്കായിരുന്നു കുറച്ചുകൂടി. ഉം. പക്ഷേ ഇവൾക്ക് ഭയങ്കര സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഭയങ്കര ജീവിതമായി. ഉം. ആ മോള് അവളുടെ ജീവിതം മുഴുവൻ അവൾ ആഘോഷിച്ചു. ഈ ഒറ്റ പാട്ടുകൊണ്ട് അവൾക്ക് എത്രയോ കച്ചേരികൾ കിട്ടി. ഉം. സിനിമ പാട്ടുകാർ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ പാട്ടുകാരിയല്ലേ. അതാണ് ചില ഭാഗ്യം എന്ന് പറയുന്നത്. ഉം. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള പാട്ടായിരുന്നു. അസ്വതി പാട്ട്. അത് ശരിക്കും ആദ്യം അതിന് വേറൊരു പാട്ടായിരുന്നു, ഒരു ട്യൂണായിരുന്നു. ആ ട്യൂൺ പാട്ടൊക്കെ വേറെയായിരുന്നു. ആ ഉച്ച വരെ ഞങ്ങൾ റെക്കോർഡിങ്ങിന് വേണ്ട എല്ലാ സൗകര്യം ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ജയൻ സമ്മതിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഉം. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങോട്ട് വന്നു. ഉം. വന്നപ്പോൾ വരുമ്പോൾ ഞാൻ ചോദിച്ചു, ഇത് പൂർണ്ണമായിട്ട് ഇഷ്ടമാണോ, ഉം. നമുക്ക് മാറ്റണോ? ശരി, നമുക്കത് മാറ്റി നോക്കാമല്ലോ. ഓക്കെ, എന്നാൽ നോക്കാം. ഞാനിവിടെ വന്ന് ഹാർമോണി വെച്ചിട്ട് വേറെ ചെയ്തിട്ടുണ്ട്. അതാണിത്. അപ്പൊ മാറ്റിയത് നന്നായി. അതെ, മാറ്റി നന്നായി തോന്നി. അതാണ്, ഉള്ളിലൊരു സംശയം ഉണ്ടെങ്കിൽ ആ കാരണം ഉണ്ടാവും. ഉം. ആ സംശയം ഉണ്ടെങ്കിൽ എപ്പോഴും പാട്ട് നമ്മൾ അപ്പം നിർത്തുന്നത് നല്ലത്. അതിന് കാരണം ഉണ്ടാവും. ഉം. ഇപ്പം എൻ്റെ മനസ്സിൽ ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും കാരണം പറയാം. ഉള്ളിൽ അത് നന്നായി. ഫുള്ള് മാറ്റി. ചില മാറ്റങ്ങൾ അങ്ങനെയാണല്ലേ. അതെ, ഫുള്ള് മാറ്റി. പിന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒറിജിനൽ വോയിസ് ഉപയോഗിച്ചു. ഈ അതിലത് വ്യത്യാസം അതാണ്. ആ വണ്ണാന്മാരുടെ തെയ്യം കെട്ടുന്ന ആൾക്കാരുടെ ശബ്ദം അതേപോലെ ഉപയോഗിച്ചു. ആ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആ കതിവനൂർ വീരനെ, ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും ആദ്യവും അവസാനവും ഇടയിലും ഒക്കെ അവർ ഒറിജിനൽ തോറ്റം ഉപയോഗിച്ചു. ഓ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ അത് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചു. ആ അല്ല, ഇവിടെ കൊണ്ടുവന്ന് ഊട്ടി കൊണ്ടുവന്ന് പാടി. ഇവിടെ തന്നെ എൻ്റെ സ്റ്റുഡിയോ, ഉം. എൻ്റെ മോളിൽ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ഈ വീടിൻ്റെ. ഉം. അന്ന് ഇവിടെ തന്നെ കൊണ്ടുവന്ന് പഠിച്ചു. അവർക്ക് ഭക്ഷണം കൊടുത്ത് സന്തോഷം പൈസയൊക്കെ കൊടുത്ത് ഹാപ്പി ആയി അവർ. ഉം. അല്ലെങ്കിൽ അവർ പുറത്ത് പോകില്ല. ഉം. ഇല്ലത്താണ് വരാൻ തോന്നുന്നു, നേരെ ഇവിടെ വന്നത്. ഉം. ഇവിടെ ഇല്ലല്ലേ അവർക്ക്. ഈ ജയരാജന്റെ കൂടെ ചെയ്തതില് ജാസി ഗിഫ്റ്റിന്റെ ലജ്ജാവതി വരുമ്പോ വേറെ അത് വേറെ എല്ലാവരും. ഈ ഗണത്തിൽ നിന്ന് നമ്മൾ മാറിയിട്ട് വേറൊരു സംഭവമായി മാറി. ലജ്ജാവതി ഒരു തരംഗമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ബ്രേക്ക് കിട്ടിയത് ഇപ്പൊ ദാസാറിന്റെ ശബ്ദത്തിൽ നിന്ന് നമ്മളൊരു ബ്രേക്ക് എടുത്തത് ലജ്ജാവതി പറഞ്ഞപ്പോഴാണ്. ഓ, പുതിയൊരു പയ്യൻ വന്നിട്ടുണ്ടെന്നുള്ള അർത്ഥത്തില് പിന്നെ ഭയങ്കര തരംഗമായിരുന്നല്ലോ പാട്ട്. അപ്പൊ പാട്ട് വെച്ച് തന്നെ ആ സിനിമ സൂപ്പർ ഹിറ്റായി. ആ പാട്ട് വേറെ ആളെ കൊണ്ട് പാടിക്കാൻ പരിപാടി ഉണ്ട് എനിക്ക്. ഉം. നമ്മളെ അഡ്നാൻ സ്വാമിയെ കൊണ്ട്. അതന്നെ സാർ. അതൊന്നും വേണ്ട, അവിടെ തൻ്റെ വോയിസ് തന്നെ മതി. അയാളെ കണ്ടെത്തി എങ്ങനെയറിയാം, ഞാനും ജയരാജനും കൂടി ഇപ്പോൾ ഈയിടെ എന്തോ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നു ഒരു ഹോട്ടലില്ല, മറ്റേ സൗത്ത് പാർക്ക് തിരുവനന്തപുരത്ത്.
സൗത്ത് പാർക്കിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇയാൾ അവിടെ പാർക്കിൽ പാടുന്ന ഒരാളായിരുന്നു. അപ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ സുഖമായിട്ട് പാടുന്നുണ്ട്. ബാറിലൊക്കെ പാടുന്ന ഒരു ബാറിൽ ഗായകനായിരുന്നു. ഞാൻ നേരെ അടുത്തേക്ക് പോയി. അടുത്തേക്ക് പോയിട്ട് അയാളോട് കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മോൻ അസ്വദിയ പാടുന്നുണ്ട്, അത്ര പാട്ടാന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അംഗീകരിക്കപ്പെട്ടത് ഞാൻ അന്നാന്ന് പറയും. ഞാൻ പറഞ്ഞു, ഞാൻ ജയരാജനോട് പറഞ്ഞു, അതിനു മുമ്പേ ഇയാളെ പാട്ട് കേട്ടിട്ടുണ്ട്. ജയരാജ് തീരുമാനിച്ചിരുന്നു. ഇത് ഞാനിവിടെ പറഞ്ഞപ്പോൾ ഓക്കെ പെട്ടെന്ന് എഴുതിയത്. ഒരു ദിവസം 4 മണിക്കാണ് ഞാനവിടെ എത്തുന്നത് എറണാകുളത്ത്. അതിന് വേറൊരു കാര്യമുണ്ട്, ഈ ജാസിക്ക് എല്ലാ ശബ്ദങ്ങളും ഉപയോഗിക്കാൻ പറ്റില്ല. അയാൾ നാക്കിൽ വരുന്ന സംഭവം അങ്ങനെയുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം എഴുതാൻ. ലജ്ജാവതിയെ എന്ന് പറഞ്ഞപ്പോൾ അതിന് ഇതായിട്ട് വ്യാകരണക്കാരൻ വഴി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ലക്ഷ്മിക്കുട്ടിയെന്ന് പറയാം, സ്വാമിയെ എന്ന് പറയാം, പിന്നെ എന്താ ലജ്ജാവതി എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു അല്ലേ, ലക്ഷ്മിക്കുട്ടിയെ ഉണ്ണിയേ കുട്ടോ എന്നൊക്കെ പറഞ്ഞില്ലേ, അവനെ കുട്ടാന്ന് പറഞ്ഞാൽ പറയാം. എല്ലായ്പ്പോഴും എങ്ങനെ വേണമെന്ന് അങ്ങനെ ശരി കുട്ടോ എന്ന് വിളിക്കും, കുട്ടിയെ വിളിക്കും. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറയാമെന്ന് വിചാരിച്ചാൽ മതി. ഈ രതിസുഖസാരമായി പാട്ടിനകത്ത് കലാകാരൻ കലാകാരൻ എന്നേ ഉള്ളൂ, കലാകാരൻ എന്നില്ല. ഇല്ല. അപ്പൊ അത് അത്തരത്തിലുള്ള ചിലതൊക്കെ അനുവദിക്കാം. അതെ, പിന്നെ ഇതിലിപ്പോ ഒന്നുമില്ല. ലജ്ജാവതിയെ എന്ന് പറഞ്ഞാൽ ഒരു രസമാണ്. അത്രേ ഉള്ളൂ, അത്രേ വിചാരിക്കണ്ടു. അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായില്ലേ. അയാൾ പറയാ 3-4 ഭാഷയിൽ ചെയ്തു, അതിലൊന്നും ഈ വാക്ക് കിട്ടിയില്ല. ഈ വാക്ക് തന്നെ ഉപയോഗിച്ചു അവരത്. വേറെ വഴിയില്ല. തെലുങ്കിലും കന്നഡയിലൊക്കെ ലജ്ജാവതി തന്നെ ഉപയോഗിച്ചു. ഇപ്പോഴങ്ങനെ ചെയ്യാറുണ്ട് പാട്ട്. മലയാളം ആണെങ്കിൽ മലയാളം തന്നെ മൊത്തത്തിൽ ഉപയോഗിക്കും. അങ്ങനെ നമ്മൾ വെറുതെ തലമണ്ണാക്കിയിട്ട് കാര്യത്തില്ല. പിന്നെ ഞങ്ങൾ ഒരുപാട് പാട്ടുകൾ ചെയ്തു, എല്ലാം സൂപ്പർ ഹിറ്റാ. അതിൽ ഈ താഴം പൂവോ താമര താഴോ അത് അയാളുടെ വോയിസ് കേൾക്കാൻ അതാണ് അയാൾക്ക് പറ്റുന്ന ഭാഷയാക്കി ഞാൻ. പുള്ളിക്ക് പാടാൻ പറ്റുന്നത് ഞാൻ കൊടുത്തുള്ളൂ. ഞാനത് പറഞ്ഞു, ബാക്കി ചിലതൊന്നും പറ്റില്ല നാക്കില്. ഇപ്പോഴും സാധാരണ നാട്ടുകാരനാണ് അയാൾ, കാട്ടാക്കടയുള്ള ഒരാളാണ്. കൊണ്ണിക്കാരൻ എന്ന് പറയല്ലേ, അതുപോലെയുള്ള ഒരാളാണ്. അവിടെ ഭയങ്കര ശുദ്ധനായിട്ട് മനുഷ്യനാണ്, നല്ല ആളാണ്. ഇവിടെ വന്നിട്ട് അന്ന് ആദ്യം വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ആർക്കും അറിയില്ല. പിന്നെ ഞാൻ ഏതോ ഒരു ദിക്കിലേക്ക് വേണ്ടി ഒരു പിന്നെ ഭക്തിഗാനങ്ങൾ ചെയ്യാൻ വേണ്ടി 8 പാട്ടാവരെ ഞങ്ങൾ ഇവിടെ തന്നെ ചെയ്തു. അന്ന് ഇവിടെ തന്നെ റെക്കോർഡും ചെയ്തു. അപ്പോഴൊന്നും ഒരു മനുഷ്യനെ അറിയില്ല. ഈ പാട്ട് ഇറങ്ങിയിട്ട് വന്നിട്ട് ഈ മതിലൊക്കെ പൊളിയുന്ന ആൾക്കാരാണ്, അതിൽ പൊളിയുന്ന ആൾക്കാരാണ്. കോഴിക്കോട്ട് പിന്നെ ഷാരൂഖ് ഖാൻ വന്നിട്ടുള്ള ഒരു പരിപാടിക്ക് ജാസി വന്നപ്പോൾ ഷാരൂഖ് ഖാനൊക്കെ ആൾക്കാർ തട്ടി, ജാസിക്കാന്ന്. അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഈ ഗാനമേളയ്ക്ക് പോയാൽ ഡാൻസ് കളിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. ഞാൻ ജാസിയുടെ ഗാനമേള വിതിരയിൽ നടന്നപ്പോൾ ഞാൻ പോയി മുമ്പ് നിന്നിട്ട് ഞങ്ങൾ ഡാൻസ് കളിച്ചു. അതാണ് അടിപൊളിയായിരുന്നു. വേറെയുണ്ട്, ഈ പാട്ട് മാത്രമല്ല, മറ്റേ വേറൊരു പാട്ടുണ്ടായിരുന്നു, ജോത്സ്ന പാടിയ പാട്ട്, തെമ്മ തെമ്മ തെമ്മാടിക്കാറ്റ്. ഇതിന് അർത്ഥം ചോദിച്ചാൽ രക്ഷയില്ല. ചുമ്മാ ചുമ്മാ അതായിരുന്നു അർത്ഥം. അതാർത്ഥം, ചുമ്മാ കാറ്റ്. ലജ്ജാവതിക്ക് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് തിയേറ്ററിലെ ആൾക്കാർ ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടുണ്ട്. തിയേറ്റർ അവസാനം വെറുതെ ഇട്ടത്. അതെ, പിന്നെയും സോങ് അവസാനം ഇടും. കാരണം ഞങ്ങൾക്ക് ആൾക്കാർ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഞാനും കണ്ടത് അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ട് ഒന്നും പറഞ്ഞില്ല. ഇവരൊക്കെ പേടിച്ചു പോയി, ജോൺസണും രവിയേട്ടനൊക്കെ. രവിയേട്ടനൊക്കെ പറഞ്ഞു ഇതേ ആൾക്കാർ മുഴുവൻ ഇത് മാറി തുടങ്ങി, ഈ ട്രെൻഡ് മാറിയെന്നും പറഞ്ഞിട്ട്. പക്ഷെ ഇതിന്റെ ആള് ഞാനാന്നുള്ളത് ഇവര് ഓർത്തില്ല. പക്ഷെ അതൊരു ട്രെൻഡ് തന്നെയായിരുന്നു. ട്രെൻഡ് ഭയങ്കര മാറ്റായിരുന്നു. അതിന്റെ മുഴക്കം ഇപ്പോഴും ഉണ്ട് സാർ. അതേപോലെ ബൈ ദ പീപ്പിളില് നിന്റെ മിഴിമുന കൊണ്ടന്റെ നെഞ്ചിലൊരു ബെല്ലേ ബെല്ലേ. ആ ബെല്ലേ ബെല്ലേ ജനങ്ങള് കൊടുത്തിരിക്കുക, അവർക്ക് എന്താർത്ഥം പറയാം. അങ്ങനെ ഒരു സങ്കല്പമില്ല, സങ്കല്പമില്ല. എന്തോ ഒരു സന്തോഷമുള്ള സംഭവമാണ്. അതെ, നെഞ്ചിലൊരു ബെല്ലേ ബെല്ലേ, ബെല്ലേ ബെല്ലേ എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് കുറച്ചുകൂടി ബലം കൊടുത്തു, അത്രേ ഉള്ളൂ. ബെല്ലേ ബെല്ലേ ശരിക്കും ഒരു പഞ്ചാബി സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് പറയാം, അത്രേ ഉള്ളൂ. അതിന് ഒരു ആഹ്ലാദത്തിന്റെ ശബ്ദം അത്രേ പറയാൻ പറ്റുള്ളൂ. അത് ആർക്കും ചോദിക്കാൻ സമയം കിട്ടിയില്ല, അവര് തുള്ളിക്കൊണ്ടിരിക്കല്ലേ. അവർക്ക് ഇതുവരെ അതിന്റെ അർത്ഥം ചോദിച്ചിട്ടില്ല, ശാസ്ത്രമംഗലം പോലും ചോദിച്ചില്ല. ശാസ്ത്രമംഗലം തുള്ളിക്കൊണ്ടിരിക്കുക കേട്ടിട്ട്.